നമ്മുടെ മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന്റെ 15ാമത് സമ്മർ ക്യാമ്പിന്റെ സമാപനമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള സർട്ടിഫിക്കറ്റ് വിതരണമാണ്. നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് എൽദോബാബു വട്ടക്കാവല് ഫുട്ബോൾ ക്ലബിന്റെ പ്രസിഡന്റ് കൂടെയുണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളൊക്കെ പുള്ളി പറയും. മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന്റെ 15ാമത് സമ്മർ ക്യാമ്പിന്റെ പ്രകടനമാണിന്ന്. അതിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം ഇവിടെ നടക്കാൻ പോവുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേഡിയം പണിയെടുക്കുന്ന കാലത്ത് ഇലാഹി സ്കൂളിൽ നേരത്തെ ക്യാമ്പ് നടത്തിയിട്ടുണ്ട്. അന്ന് നമ്മുടെ മുഹമ്മദ് റാഫിയൊക്കെ ക്യാമ്പിൽ പങ്കെടുത്തിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ ISL താരം പങ്കെടുത്തിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ വീണ്ടും ഇലാഹി പബ്ലിക് സ്കൂളിന്റെ ഒരു ഗ്രൗണ്ട് ഈ തരത്തിൽ നമ്മുടെ ഫുട്ബോൾ ക്ലബിന് തന്നതിനുള്ള പ്രത്യേകം നന്ദി പറയുന്നു. ചടങ്ങ് ആരംഭിക്കുകയാണ്. ഇതിന് ഈ ചടങ്ങിൽ സ്വാഗതം പറയാൻ വേണ്ടി സെക്രട്ടറി പ്രിയപ്പെട്ട സ്ഥാപിച്ചാണ് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട ഫുട്ബോൾ ക്ലബിന്റെ പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികൾ, പ്രിയപ്പെട്ട ഈ ക്യാമ്പിലെ വിദ്യാർത്ഥികളെ, കോച്ച് നിയാസ്, രക്ഷിതാക്കൾ, മറ്റ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ക്ലബിന്റെ പ്രഷാർ ജെയിംസും അതുപോലെ തന്നെ കമ്മിറ്റി അംഗം റഷീഖയും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് 15ാമത് തവണ ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടി ക്യാമ്പ് സംഘടിപ്പിച്ചപ്പോൾ നാം എല്ലാം പറയുന്നത് പോലെ സ്പോർട്സ് ആണ് ലഹരി. നമ്മൾ പറയും ഫുട്ബോൾ ആണ് ലഹരി. പുതിയ തലമുറയ്ക്ക് ഒരു ലക്ഷ്യപ്രാപ്തിയോടുകൂടി മുന്നേറാനുള്ള കരുത്തും ശക്തിയും പ്രാപ്തിയും നൽകുന്ന ഒരു കായിക ഇനമാണ് ഫുട്ബോൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പുതിയ തലമുറയ്ക്ക് ഫുട്ബോളിലേക്ക് ഒരാകർഷീയത ഉണ്ടാകുന്നതിന് വേണ്ടി മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് നടത്തുന്ന ഈ സംരംഭം, അതിനോട് രക്ഷിതാക്കളൊക്കെ വളരെയേറെ സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ ഇതിലേക്ക് കടന്നു വരികയും കുട്ടികളെ കൊണ്ടുവരികയും അതുപോലെ ഏറെ ബുദ്ധിമുട്ടിയാണ് രാവിലെ ഈ ക്യാമ്പിലേക്ക് കുട്ടികളുമായി രക്ഷിതാക്കൾ എത്തുന്നത്. എന്നിരുന്നാലും ഇതിന്റെ ലക്ഷ്യം ഏറെ വലുതാണ് എന്നുള്ള ആ തിരിച്ചറിവാണ് അവരെ ഇതിന് പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും രക്ഷിതാക്കളെയും അതുപോലെ തന്നെ ഫുട്ബോൾ ക്ലബിന്റെ ഭാരവാഹികൾ ഇതിനുവേണ്ടി ഏറെ കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. കോച്ചസ് ഒക്കെ ആണെങ്കിലും എല്ലാ ദിവസവും വളരെയേറെ താല്പര്യത്തോടുകൂടി ഈ ക്യാമ്പിൽ പങ്കെടുക്കുന്നു. എല്ലാവരെയും മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബിന് വേണ്ടി ഒറ്റവാക്കിൽ സ്വാഗതം ആശംസിച്ച് നിർത്തുന്നു. നന്ദി. നമ്മുടെ കോച്ച് നിയാസ് MM നമ്മളോട് കുട്ടികളോട് ഒരു അഭിപ്രായം തേടി. നിയാസിന്റെ വാക്ക്. നിയാസാണ് സുഹൃത്തുക്കളെ ക്ലബിലെ കോച്ച്. നമ്മള് 2 മാസമായി ഇവിടെ ക്യാമ്പ് ആരംഭിച്ചിട്ട്. ഒരുപാട് ടാലന്റുള്ള പിള്ളേർ നമുക്ക് വന്നിട്ടുണ്ട് തീർത്തും. പിന്നെ അഡ്മിഷൻ ആയാലും അത്യാവശ്യം നല്ല രീതിക്ക് അഡ്മിഷൻ നമ്മുടെ ക്ലബ് വഴി ആയാലും നല്ല സപ്പോർട്ടും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. പേരൻസും അതുപോലെ തന്നെ രാവിലെ പിള്ളേരെ കൊണ്ടുവരാനും എല്ലാത്തിനും നല്ല സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം ടാലന്റുള്ള നല്ല പിള്ളേരെ നമുക്ക് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. കാറ്റഗറി അനുസരിച്ച് നമ്മൾ ഈ വർഷം അടുത്ത വർഷം മുതൽ ടീം ഉണ്ടാക്കി പിള്ളേരെ ടൂർണമെന്റിന് കളിക്കാൻ കൊണ്ടുപോകുന്നതാണ്. പിന്നെ കൂടുതലായിട്ട് പറയാന്ന് വെച്ചാൽ ക്ലബ് നമുക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഉണ്ട്. കുട്ടികളുടെ അഭിപ്രായം നമ്മൾ എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പും കാര്യങ്ങളും, നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നുള്ള കാര്യം. സൂപ്പറായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു മോനെ ക്യാമ്പ്? അടിപൊളിയായിരുന്നോ? നല്ല ക്യാമ്പല്ലായിരുന്നോ? അടിപൊളിയായിരുന്നോ? ബാക്കി പറയും. നല്ലായിരുന്നോ? നല്ല അടിപൊളിയായിരുന്നു അല്ല? പിന്നെ സൂപ്പറല്ലായിരുന്നു ക്യാമ്പൊക്കെ? സൂപ്പറല്ലേ ക്യാമ്പ്? എല്ലാരും പറഞ്ഞേ. സൂപ്പറായിരുന്നോ? പിള്ളേരുടെ ക്യാമ്പിനെ കുറിച്ച് ഇപ്പൊ പേരൻസ് എന്ന രീതിയിൽ ഞങ്ങൾ രാവിലെ തന്നെ കുട്ടികളെയും കൊണ്ട് ഇവിടെ എത്തിക്കുന്നു. പിന്നെ കുട്ടികൾക്ക് ഇതിനോട് ഭയങ്കരമായിട്ട് മോനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഭയങ്കര അട്രാക്റ്റീവ് ആണ് ഇതിനോട്, ഈ ഫുട്ബോൾ കളിയോട്. ഇപ്പൊ ഇവിടെ വന്ന് കണ്ടപ്പോ തന്നെ ഭയങ്കര സന്തോഷം. ഇനി ഇതിന് ഒരുപാട് കൂടി ഇമ്പ്രൂവ്മെന്റ് ഈ അടുത്ത എന്താ പറയാ നെക്സ്റ്റ് കുട്ടികൾക്ക് അതിനോടുള്ള കഴിവും വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയായിട്ട് ഫുട്ബോൾ ക്ലബ് ഇനിയും നല്ല രീതിയിൽ ഉയർച്ചയിലെത്താനും ഞങ്ങൾ പേരൻസ് എന്ന രീതിയിൽ നല്ലൊരു സപ്പോർട്ട് ഉണ്ടാവും. കോച്ചും മറ്റുള്ള
സംഘങ്ങളും അതിനോട് നല്ല രീതിയിൽ മുന്നോട്ട് വരണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും ഒരു അപേക്ഷ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ക്യാമ്പ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എല്ലാ ദിവസവും രാവിലെ ഇവിടെ കൊണ്ടുവരുവാണ് കുട്ടികളെ. ഓക്കെ, നല്ലതല്ലേ? നല്ല ക്യാമ്പല്ലേ? കുഴപ്പമൊന്നുമില്ല. എല്ലാ ദിവസവും രാവിലെ വരുമായിരുന്നോ? ഇപ്പൊ എത്ര ദിവസമായി? 2 മാസമായോ? അതോ 2 മാസം? നീ തുടങ്ങിയപ്പോ വഴി. കുഴപ്പമില്ല, നല്ല സെറ്റപ്പായിരുന്നില്ല. ഫുട്ബോൾ ക്ലബിനെ പറ്റി നല്ല അഭിപ്രായമാണ്. ഒരു നമ്മുടെ ഈ ലോക്കലുള്ള പിള്ളേർക്ക് ചെറിയ പൈസയിൽ നല്ല രീതിയിലുള്ള ക്യാമ്പ് അവർ ചെയ്തു കൊടുക്കണേ. ഇതിന്റെ സ്റ്റാർട്ടിങ് മുതൽ ഞാൻ ഈ ക്യാമ്പ് തുടങ്ങണ സമയം മുതൽ ഞാൻ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ബാച്ചൊക്കെ ഞാനൊക്കെ ഉണ്ടായിരുന്നു. നല്ല അവിടെ ക്യാമ്പിലുണ്ടായിരുന്നു. നല്ല ക്യാമ്പ് അന്നൊക്കെ. നല്ല സാറന്മാരൊക്കെ ഇപ്പോഴും നല്ല കോച്ചസ് ആണ് ഉള്ളത്. കുഴപ്പമില്ല, എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. നല്ല അഭിപ്രായം. എന്റെയൊക്കെ ഫ്രണ്ട്സിന്റെ ഒക്കെ അനിയന്മാരും നമ്മളെ എല്ലാരും ഉണ്ട് അവിടെ. ഇപ്പൊ നിങ്ങൾ എന്താ വർക്ക് ചെയ്യണോ? ഞാൻ ഇപ്പൊ വർക്ക് ചെയ്യണം. ഞാൻ കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ സ്കൂളിൽ. അതെ. ഓക്കെ, താങ്ക് യു. പിള്ളേരെ ക്യാമ്പൊക്കെ നല്ല പിള്ളേരെല്ലാം നല്ല ടാലന്റുള്ള പിള്ളേരാണ് നമുക്ക് കിട്ടിയത് ഈ വർഷം. കഴിഞ്ഞ വർഷം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കാറ്റഗറി അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല പിള്ളേരാണ് വന്നേക്കുന്നത്. ബോൾ ടച്ച് നമ്മള് ഒന്നേന്ന് മുതൽ തുടങ്ങേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം അത്യാവശ്യം ബോൾ ടച്ച് ഉള്ള പിള്ളേരാണ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം അത്യാവശ്യം കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചില്ല. എല്ലാം ബെറ്ററാണ്. നമ്മുടെ ഈ മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് അക്കാഡമിയുടെ ക്യാമ്പിന്റെ സമാപനം 2025 ക്യാമ്പിന്റെ സമാപനത്തിന്റെ സർട്ടിഫിക്കറ്റ് വിതരണം തുടങ്ങുകയാണ്. പ്രിയപ്പെട്ട പാരന്റ്സ്, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മളെ ഇനി ക്യാമ്പ് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. 15 വർഷങ്ങളായി ഇങ്ങനെ ക്യാമ്പ് നടത്താൻ സാധിച്ചത് വലിയ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ഒരിക്കൽ കൂടി ഇലാഹിയ പബ്ലിക് സ്കൂളിലും മാനേജ്മെന്റിനും പ്രത്യേകം നന്ദി പറയുകയാണ് ഗ്രൗണ്ട് തന്നതിൽ. തീർച്ചയായും ഓഗസ്റ്റ് മാസം, ജൂൺ ജൂലൈ മഴയൊക്കെയാണ്. എല്ലാ വർഷം പതിവ് ഓഗസ്റ്റ് മാസത്തിൽ ശനി ഞായർ ദിവസങ്ങൾ വെച്ച് ക്യാമ്പ് വീണ്ടും ആരംഭിക്കുകയാണ്. നിങ്ങൾ വീണ്ടും ക്യാമ്പ് വന്നം. കൂടാതെ മറ്റ് വാളം ഉൾപ്പെടെ മറ്റ് ഈ ടൗണിന്റെ മറ്റ് ആനിക്കാട്, വാളം പോലെ മറ്റ് സ്ഥലങ്ങളിലും ക്യാമ്പ് ഇത്തവണ മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ക്ലബ്ബ്. എന്തായാലും പ്രിയപ്പെട്ട കോച്ച് നിയാസിന്റെ നേതൃത്വത്തിൽ ഭംഗിയായി 2 ദിവസത്തെ കോച്ചിങ് ക്യാമ്പ് നടന്നു. ഇവിടെ പാരന്റ്സ് സഹകരിച്ചു. കൃത്യമായി രാവിലെ 6 മണിക്ക് ഇവിടെ എത്തിച്ചേർന്നു. എന്തായാലും മോറ്റ ഫുട്ബോൾ ക്ലബിന് പേരിൽ എല്ലാവർക്കും സ്നേഹം അറിയിക്കുകയാണ്. ഈ ചടങ്ങിനെ നന്ദി പറയാൻ വേണ്ടി ട്രഷറർ ജെയിംസ് ചെയ്യാനെ ക്ഷണിക്കുകയാണ്. ഒരു വാക്ക് റഷീദ് പറഞ്ഞിട്ട് മൂവാറ്റുപുഴ ഫുട്ബോൾ ക്ലബ്ബ് വളരെ വർഷങ്ങളായി തുടർന്ന് വന്നിരിക്കുന്ന ഈ ക്യാമ്പ് തുടർന്ന് ഈ വർഷവും അടുത്ത വർഷവും തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും നടത്തുവാൻ ഞങ്ങൾക്ക് ഊർജ്ജം തന്ന ഈ കുട്ടികളുടെ മാതാപിതാക്കളാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ശക്തി. തുടർന്നും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി അറിയിക്കും. നന്ദി പറയും. പാരന്റ്സിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെ, ഇതിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ? അഭിപ്രായം പറയാണ്ട് പാരന്റ്സ് പറയാം, അല്ലെങ്കിൽ നന്ദി പറയാം. നേരെ പിടിച്ച മോനെ, നേരെ പിടിച്ചേ. ഇന്നത്തെ കോച്ചിങ് വന്നിരിക്കുന്ന കുട്ടികളെ, അവരുടെ പേരൻസ്, കമ്മിറ്റി അംഗങ്ങളെ, നമ്മുടെ മൂവാറ്റ ഫുട്ബോൾ ക്ലബിന്റെ 15ാമത് വർഷത്തെ കുട്ടികളുടെ കോച്ചിങ് ക്യാമ്പാണ് ഇന്ന് സമാപിക്കുന്നത്. എല്ലാ വർഷവും നമുക്ക് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലായിരുന്നു നടന്നിരുന്നത്. സ്റ്റേഡിയത്തിന്റെ പണി കാരണമാണ് നമുക്ക് ഇപ്രാവശ്യം ഇലാഹിയ പബ്ലിക് സ്കൂളിലേക്ക് മാറ്റേണ്ടി വന്നത്. മഴയൊക്കെ ആയതുകൊണ്ട് ഈ ദിവസങ്ങളിൽ അല്പം നേരത്തെ തന്നെ വന്നു. കാരണം കാലാവസ്ഥ അനുകൂലമല്ല കാരണമാണ്. തീർച്ചയായിട്ടും ഇതുവരെ ദിവസം കുട്ടികൾ 40 പരം കുട്ടികളുണ്ടായിരുന്നു. ഇന്നിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് കുട്ടികൾ അല്പം കുറവാണ്. വന്നിട്ടുള്ള എല്ലാ കുട്ടികൾക്കും അവരുടെ പേരൻസിനും പ്രത്യേകിച്ച് ഈ സ്കൂളിനും എല്ലാം ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.